ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 മാങ്ങ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, 2 പച്ചമുളകും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങിയാലോ? വായോ. മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കണം. ഒരു അര ടീസ്പൂൺ ഉപ്പ് ആദ്യം ഇട്ടു. ഇനി അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് മാങ്ങയിലേക്ക് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഉപ്പെല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടും. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാങ്ങയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ആ വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. നമ്മളൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി നേരത്തെ മാങ്ങയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഇത് നമ്മൾ വാവ് ബലി സദ്യയ്ക്ക് വേണ്ടിയിട്ട് സദ്യ സ്പെഷ്യൽ മാങ്ങക്കറി ഉണ്ടാക്കുന്നതാണ്. ഒരു പാത്രം ചൂടാക്കാൻ വേണ്ടി അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. മാങ്ങാച്ചാറിൻ്റെ കൂട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കറി നല്ല പാകമായി വന്നിട്ടുണ്ട്. കുറുകി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ സദ്യ സ്പെഷ്യൽ മാങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് തൈര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിതിൽ തൈരൊന്നും ചേർക്കുന്നില്ല. ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി തണുക്കുമ്പോൾ ഒന്നുകൂടെ കുറുകും. നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. അതിനുശേഷം ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അതിനുശേഷം മാത്രമേ മാങ്ങ ചേർക്കാവൂ. കറി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കണം. മാങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ആ അരപ്പ് മാങ്ങയുടെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അരപ്പ് മാങ്ങയുടെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സായിട്ടുണ്ട് എല്ലാം കൂടി. മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ രുചികരമായിട്ടുള്ളൊരു മാങ്ങ അച്ചാറാണ്. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഈ അച്ചാർ നമുക്ക് ഗ്ലാസ് ബോട്ടിലുകളിലോ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലോ നമുക്ക് വെച്ച് ഉപയോഗിക്കാം. ഞാനിതിൽ വിനാഗിരി അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കാറില്ല. ഞാനൊരു അച്ചാറിലും വിനാഗിരിയൊന്നും ചേർക്കാറില്ല. ഇത് 2-3 ദിവസം പുറത്ത് വെച്ച് ഉപയോഗിക്കാം. ബാക്കി നമുക്ക് കുറച്ച് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കമൻറ്റായി പറയണേ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ.